പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ക്ലാസ്സിൽ ഉറുദുവിലെ ആദ്യത്തെ ചില അക്ഷരങ്ങളും അവ ഉപയോഗിച്ചുള്ള ചില പദങ്ങളും പരിചയപ്പെട്ടല്ലോ. ഇന്ന് ശേഷം വരുന്ന ഏതാനും ചില അക്ഷരങ്ങളും അവ ഉപയോഗിച്ചുള്ള വളരെ കുറച്ച് പദങ്ങളും മാത്രമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ജി തൊട്ടടുത്ത അക്ഷരമാണ് ജീം. ഏതക്ഷരം? ജീം എന്നതാണ് തൊട്ടടുത്ത അക്ഷരം. ജീം. എല്ലാവരും പറഞ്ഞേ, ജീം. എങ്ങനെയാണ് ജീം എഴുതുക? നമുക്ക് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കാം കേട്ടോ. ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ എഴുതി ഒരു പുള്ളിയിട്ടാൽ പോരെ. ഇത്ര സിമ്പിളായിട്ട് എഴുതാം അല്ലേ? നമുക്കൊന്ന് വലുതാക്കി എഴുതാം. നോക്കൂ, വാവ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ടടി കൊണ്ടുപോയിട്ട് ഒന്നിങ്ങനെ വളക്കുക അല്ലേ? ജീം. ഓക്കെ, ഒന്നുകൂടി എഴുതാല്ലേ? ഇതാണ് ജീം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള ഒരു പദം നോക്കാം. എന്താ വായിക്കുക? ആർക്കറിയാം? വായിച്ചേ. ആരോ വായിച്ചല്ലോ. എന്താ വായിക്കുക? ജബ് എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? ജബ് അല്ലേ? ജബ് എന്നാണ് വായിക്കുക. ജബ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ജബ് എഴുതുമ്പോൾ ജബ് നാം എഴുതുകയാണ്. ഒന്ന് നോക്കൂട്ടോ, എങ്ങനെ എഴുതുക? ഇവിടെ ജീം അല്ലേ? ജീം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിർത്തും അല്ലേ? ജീം. അപ്പോൾ നമുക്കതുപോലെ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതാം. ജബ്. റെഡിയല്ലേ? എവിടുന്നാണ് തുടങ്ങുന്നത്? ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എഴുതി പുള്ളിയിട്ടെടുത്ത്. ഒന്നുകൂടി എഴുതാം, നോക്കിക്കോളൂ. ഇനിയോ എന്താ വായിക്കുക? ആജ് അല്ലേ? ആജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന്. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് അർത്ഥം. നമുക്ക് ആദ്യം അലിഫ് എഴുതിയിട്ട് അലിഫിന് മുകളിൽ മദ്ദിട്ട് അല്ലേ? മദ് എന്തിനാണ്? നീട്ടാനാണ് അല്ലേ? ആ എന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് മദ്ദിട്ടത്. മദ്ദിൻ്റെ അർത്ഥം എന്താണ്? അലിഫും ചേർന്നതാണ് എന്ത്? ആ എന്നത്. 2 അലിഫ് കൂടി ചേർന്നതാണ് ആ എന്നത്. ഇനി നമുക്ക് ജീം എഴുതിയാൽ മതി അല്ലേ? ആജ്. റെഡിയല്ലേ? ആജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്ന് എന്നാണ് അർത്ഥം. അടുത്തൊരു പദം നോക്കൂ, ജഡ്ജ്. ജഡ്ജ് എന്ന് പറഞ്ഞ അർത്ഥം ജഡ്ജി എന്നാണ്. ജഡ്ജി. ഇവിടെ ജീം 2 ജീമുകൾ കൂടിച്ചേർന്നതാണ്. ശരിക്കും തുടക്കം ഇവിടെ ഈ ജീം കൊണ്ട് തുടങ്ങുക. മുകളിലെ ജീം കൊണ്ട് തുടങ്ങി ഇങ്ങനെ എഴുതി ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം. സാവകാശം നോക്കിയിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. ജഡ്ജ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത അക്ഷരമാണ് എന്ത്? ചെ എന്നത്. ജീം പോലെ എഴുതുക. എന്താ വ്യത്യാസമുള്ളത്? 3 പുള്ളി ഇടണം. ജീം പോലെ എഴുതുക, 3 പുള്ളി ഇടുക. 3 പുള്ളി ഉണ്ട് എന്നുള്ളതാണ് ജീമും ഇതും തമ്മിലുള്ള വ്യത്യാസം. ജീമിൽ എത്ര പുള്ളി ഉണ്ടായിരുന്നേ?
ഒരു പുള്ളിയാണ് ഉണ്ടായിരുന്നത്. ചേ എഴുതുമ്പോൾ 3 പുള്ളി. ചേ എഴുതുമ്പോൾ 3 പുള്ളി. ജീമാണെങ്കിൽ 1 പുള്ളി. മനസ്സിലായല്ലോ? എഴുതാൻ ജീമ് പഠിച്ചാൽ ചേ എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താ? രണ്ടും ഒരുപോലെയാണ് എഴുതുക. പുള്ളിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കടുത്ത് നോക്കാം. അടുത്ത അക്ഷരമാണ് ഹേ എന്നത്. ഏതക്ഷരം? ഹേ. എങ്ങനെ എഴുതുക? ജീമും ചേയും എഴുതിയതുപോലെയാണ് ഹേ എഴുതേണ്ടത്. പക്ഷെ എന്താ വ്യത്യാസം? ഇവിടെ ഒരു പുള്ളിയും ഇല്ല അല്ലേ? ഇവിടെ ഒരു പുള്ളിയും ഇല്ല. നേരത്തെ ജീം എഴുതിയപ്പോൾ അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അല്ലേ? ജീം എഴുതിയപ്പോൾ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ഒഴിവാക്കിയ ഹേ ആയി. 3 പുള്ളിയുണ്ട് അല്ലേ? ചേ ആണെങ്കിൽ 3 പുള്ളിയുണ്ട്. 3 പുള്ളി ഒഴിവാക്കിയാലോ ഹേ ആയി അല്ലേ? പുള്ളിയില്ലെങ്കിൽ ഹേ ആയി. ഹേ എഴുതാൻ പുള്ളി ഒഴിവാക്കി അത് എഴുതിയാൽ മതി എന്നതാണ്. ഇവിടെ അക്ഷരം ഹേ. ഹേ കഴിഞ്ഞാൽ തൊട്ടടുത്ത അക്ഷരമാണ് ഹേ. ഹേ എന്നെഴുതുമ്പോൾ ഹേ എഴുതിയതിന് ശേഷം ഇതുവരെ നമ്മൾ പുള്ളിയിട്ടത് താഴെയായിരുന്നു. ഇനി നമ്മൾ മേലെ പുള്ളിയിടാം. 1 പുള്ളി. ഇങ്ങനെ 1 പുള്ളി ഇട്ടാൽ ഇതെഴുതി കഴിഞ്ഞാൽ അക്ഷരം എന്തായി? ഹേ ആയി. ഹേ എന്ന അക്ഷരമായി. ഹേ എന്ന അക്ഷരമായി. എന്താണ്? ജീം എഴുതുന്നത് പോലെ എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം മുകളിൽ പുള്ളിയിടുക. ജീം എഴുതുന്നത് പോലെ എഴുതുക. താഴെ പുള്ളിയിടുന്നതിന് പകരം മുകളിൽ 1 പുള്ളിയിട്ടാൽ ഹേ ആയിത്തീരും. അപ്പോൾ ഇന്ന് ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചത്? ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചത്? പറയ്. 1 ജീമ്. 1 ജീമ്. മറ്റൊരക്ഷരം ഇതുപോലെ എഴുതി ഇതുപോലെ കൊണ്ടുപോയി 1, 2, 3 പുള്ളിയിട്ടാൽ ചേ. ഇതുപോലെ എഴുതി താഴോട്ടിറക്കി ഇങ്ങനെ എഴുതി പുള്ളി ഒന്നും ഇട്ടില്ല. എന്താ? ഹേ. മുകളിൽ 1 പുള്ളിയിട്ടു ഹേ. ഈ 4 അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? 1 ജീമ്, രണ്ടാമത്തത് ചേ, മൂന്നാമത്തത് ഹേ, നാലാമത്തത് ഹേ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായി എഴുതുക, പഠിക്കുക. ഓക്കെ, ശുക്രിയ. ഖുദാ ഹഫീസ്.